കൊച്ചി കാക്കനാട് വ്ളോഗർ റിൻസി മുംതാസ് MDMA-യുമായി പിടിയിലായ സംഭവത്തിൽ അന്വേഷണം മറ്റ് തലങ്ങളിലേക്കും റിൻസിയുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പാർട്ട്ണറെ അറിയിച്ച യുവാവിന്റെ ദുരൂഹ മരണത്തിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒബ്സ്കുറ എന്റർടൈൻമെന്റ് എന്ന സ്ഥാപനത്തിലെ എഡിറ്റർ വിനുവാണ് ഇക്കാര്യം സ്ഥാപന ഉടമ സെബാനെ ആദ്യം അറിയിച്ചത്. ഒന്നുമില്ല, ഇതിനു മുമ്പ് എൻ്റെ ഒരു സ്റ്റാഫ് ആക്സിഡൻറ്റിൽ മരിച്ചിരുന്നു. അപ്പം ആ വ്യക്തി എൻ്റെ അടുത്ത് മുന്നേ ഒന്ന് പറഞ്ഞിരുന്നു, റിൻസി ഇങ്ങനെ എന്തെങ്കിലും സാധനം യൂസ് ചെയ്യുന്നുണ്ടോ ചേട്ടൻ ചോദിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പം എന്നോട് മോനെ പഠിച്ച് സത്യമില്ല, അങ്ങനൊരു സാധനം ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിൽ ഒരു തവണ മദ്യപിച്ച് വന്ന ഒരു ക്യാമറമാൻ ഞാൻ അപ്പം തന്നെ പറഞ്ഞു വിട്ട ആളാണ്. കാരണം ഓഫീസിൽ ആണുങ്ങളും പെണ്ണുങ്ങളും വർക്ക് ചെയ്യുന്നത്, ബോയ്സും ജെൻസ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഒരാൾ മദ്യപിച്ച് വരിക എന്ന് വെച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ആ ആളെ കൊല്ലംകാരൻ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഞാൻ അപ്പം തന്നെ ടെർമിനേറ്റ് ചെയ്തതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഒബ്സ്കുറ എന്റർടൈൻമെന്റ് ഉടമയും റിൻസിയുടെ പാർട്ട്ണറുമായ സെബാനെ പോലീസ് ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, ഒരുപാട് കണ്ണികൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇനിയും വിളക്കി ചേർക്കാനാകാത്ത ചില പൊട്ടലുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അത് ചേർത്തെടുക്കുക എന്നുള്ളതാണ് ഈ കേസിന്റെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ളത്. ആ കണ്ണികൾ എന്തൊക്കെയാണ്? ഈ സെബാൻ ഇതിനുള്ള പങ്ക് എന്താണ്? ബിനില്, അതായത് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലായിരുന്നു റിൻസി പാർട്ട്ണറായി ഉണ്ടായിരുന്നത്. സെബാൻ അഗസ്റ്റിനാണ് ഈ റിൻസിയുടെ പാർട്ട്ണർ. ഈ മരണപ്പെട്ട വിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇദ്ദേഹം കഴിഞ്ഞ 2024 ഡിസംബർ 17 മരണപ്പെടുന്നത്. അദ്ദേഹം ഇടപ്പള്ളിയിൽ വെച്ച് അവിടെ ഒരു ആക്സിഡന്റിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ച വാഹനം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 ബൈക്കുകളിൽ വന്ന അവർ ഇദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഈ മരണപ്പെടുന്നതിന് 4 ദിവസം മുമ്പാണ് സെബാൻ അഗസ്റ്റിനോട് റിൻസി ലഹരി ഉപയോഗിക്കുന്നു, ലഹരി വിൽപ്പന ഉണ്ടെന്നും ഈ ചെറുപ്പക്കാരൻ അറിയിക്കുന്നത്. ഇതിനുശേഷം 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് അജ്ഞാതമായി ഈ ചെറുപ്പക്കാരൻ മരണപ്പെടുന്നതും വാഹനം ഇടിച്ച് മരണപ്പെടുന്നതും. എന്നാൽ ഈ 6 മാസമായിട്ടും ഇതിൻ്റെ പ്രതികളെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഇതാരാണിത് ചെയ്തതെന്ന് കണ്ടെത്താനോ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, റിൻസിയെ സിനിമാക്കാരുമായി എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നതും സിനിമാക്കാരുമായി അടുത്ത ബന്ധം പുലർത്താൻ ഉള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതുമെല്ലാം സെബാൻ അഗസ്റ്റിനാണ്. ഇദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ആരെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ അവർക്ക് കർശന നടപടി എടുക്കുമെന്ന്. പക്ഷേ വലിയ രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സിനിമക്കാർക്കിടയിൽ അടക്കം ലഹരി വിൽപ്പന നടത്തി ലക്ഷങ്ങൾ സമ്പാദിച്ച റിൻസി ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിരുന്നൊരു കാര്യം അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുന്നൊരു കാര്യം പാർട്ട്ണറായിട്ടുള്ള സെബാൻ അഗസ്റ്റിൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തായാലും അതേക്കുറിച്ച് പോലീസ് കാര്യമായി തന്നെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സെബാനെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുൻപ് വിനുവിൻ്റെ മാതാപിതാക്കൾ അമ്മ ഇത് സംബന്ധിച്ചുള്ള പരാതികളെല്ലാം പറഞ്ഞിരുന്നു. പല ഘട്ടങ്ങളിൽ പോലീസിനോട് ഇത്തരത്തിൽ പരാതികൾ വന്നതാണ്. പക്ഷേ അവിടെയൊന്നും കാര്യമായ അന്വേഷണം നടന്നിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റിടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് പോലീസ് പരിശോധിക്കുക. മാത്രമല്ല, റിൻസി എന്ന് പറയുന്ന ഒരാൾ അപകടകാരിയായ ലഹരി കച്ചവടക്കാരിയാണെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സിനിമാക്കാരുമായി അടുത്ത ബന്ധം റിൻസിക്കുണ്ടായിരുന്നു എന്നുള്ളതും റിൻസിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ള കാര്യമല്ല പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് സെബാനെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നതും. ശരി, വ്യക്തമാണ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്.